നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാണാനായിട്ട് പോന്നെ ഒടുവില് നവീൻ ആദിയുടെ അടുത്തേക്ക് ചെല്ലുക. ആദിയുടെ അടുത്ത് നിന്ന് ആദിയോടൊപ്പം ഒന്ന് ഫോട്ടോ എടുക്കണം. അപ്പൊ ആദി തന്റെ ഫ്രണ്ട്സിനോടൊപ്പം നിന്ന് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അപ്പൊ ആദിക്ക് സംശയം, ഈ അങ്കിൾ എന്തിനാ തന്റെ ഫോട്ടോ എടുക്കണേന്ന് ആദ്യം അത് ചോദിക്കുകയും ചെയ്തു. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അതെ മോൻ ഇപ്പൊ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടല്ലോ, നന്നായിട്ട് കളിക്കും. മോൻ വലിയൊരാളായി കഴിയുമ്പോൾ അങ്കിളിന് പറയാലോ ഞാൻ കുഞ്ഞുനാളിലെ മോനോടൊപ്പം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെന്ന്. അത് ആദിക്ക് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. നവീന്റെ ഒരു തന്ത്രമായിരുന്നത്. നവീൻ ആ ഫോട്ടോസ് നേരെ ശ്രുതിയുടെ ഫോണിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഫോട്ടോ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പെട്ടെന്ന് നവീനെ വിളിക്കുക. നവീനെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ കാണിച്ചെന്ന് ചോദിക്കണം. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ ആരാ എന്താ എങ്ങനെയാന്നൊക്കെ? അതെ കല്യാണി, ഞാനിതേ നിന്റെ മകന്റെ അടുത്തുണ്ട്. ഇത് കേട്ടപ്പോ ശ്രുതി ചോദിച്ചു, അവന്റെ അടുത്ത് എന്തിനാ വന്നേ? സത്യം പറ, നിങ്ങൾ അവൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചു. അവനൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, ഇതുവരെ ആയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിക്കാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന അനുസരിക്കണമെന്ന് പറഞ്ഞു. എന്തനുസരിക്കണമെന്ന്? ഞാൻ പറയുന്നിടത്തേക്ക് നീ വരണം, നിന്നോട് എനിക്ക് അല്പം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു, ദേ നവീനെ നീ കളിക്കരുതെന്ന് പറയണം. ഞാനല്ലോ കളിക്കുന്നത്, നീയല്ലേ. എനിക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഞാൻ നിന്റെ ഭർത്താവിന്റെ ഫോണിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ ആരാ എന്താ ഏതെന്നൊക്കെ ചോദ്യങ്ങൾ വരും. പിന്നെ അറിയാലോ എന്താ സംഭവിക്കണേന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നിടത്തേക്ക് നീ വന്നേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ പെട്ടുപോയി. എന്തേലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ശ്രുതി വല്ലാത്ത ടെൻഷനോടെ കോള് കട്ട് ചെയ്യുന്നേ. അതിനുശേഷം മീരയെ വിളിക്കുകയാണ്. മീരയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം. മീര എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. അവൻ എന്നെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക. അവന്റെ അടുത്തേക്ക് ചെല്ലണമെന്ന് പറഞ്ഞ് എന്തിനാ ഏതിനാന്ന് അറിയത്തില്ല. ഒരു പക്ഷേ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. പണമായിരിക്കും അവന്റെ മുഖ്യ കാരണം. പണത്തിന് വേണ്ടിയിട്ടായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്നോടൊപ്പം വരാന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആന്റണിയെ കാണാൻ പോവുകയാണ്. ഈ സമയത്ത് അവര് പറഞ്ഞ സ്ഥലത്ത് ആന്റണി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീരയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആന്റണിക്ക് സഹിച്ചില്ല. ഇതെന്താ ഇവളെയും കൂട്ടിക്കൊണ്ടുവന്നേ? നിന്നോട് തനിച്ചല്ലേ വരാൻ പറഞ്ഞെന്ന് ചോദിച്ചു. അതെ, തനിച്ച് വരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ശ്രുതി, ഞാനും കൂടെ വന്നാൽ നിനക്കെന്താ കുഴപ്പം? അത് കേട്ടപ്പോൾ ആന്റണി അത് കേട്ട് കഴിഞ്ഞപ്പോൾ നവീന് ദേഷ്യം വന്നു. കാരണം നവീൻ അല്ലെങ്കിൽ തന്നെ അവളെ ഇഷ്ടമില്ല മീരെ. പിന്നീട് ശ്രുതി ചോദിച്ചല്ല, കാര്യം എന്താ? നീ എന്നോട് എന്തിനാ വരാൻ പറഞ്ഞെന്ന് ചോദിച്ചു. അതോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, അതെ എനിക്ക് ജീവിക്കാനായിട്ട് പണം വേണമെന്ന് പറഞ്ഞു. എടാ നീ പറഞ്ഞ പണം ഞാൻ തന്നില്ലേ? ഇതിനു മുമ്പ് നീ ചോദിച്ചു, അതൊക്കെ ഞാൻ തന്നല്ലേ. ഇനി എൻ്റെ എവിടുന്നാ? അല്ലെങ്കിലും കടയിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് നിനക്ക് തന്നില്ലേ വിൽക്കാനായിട്ട് പണം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പം? അത് കൊണ്ടേ വിറ്റ് നീ ക്യാഷ് ആക്കിയില്ലേ? എനിക്ക് ജോലിയും കൂലിയും ഇല്ലാതിരിക്കുക. നീ ഒറ്റ എടുത്തി കാരണ എന്റെ ജോലി പോയത്. അപ്പൊ എനിക്ക് എന്റെ ഭാര്യയെ നോക്കണ്ടേ? അതുകൊണ്ട് എനിക്ക് ക്യാഷ് കിട്ടിയാൽ മതിയാവുള്ളൂ. ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, പറ്റില്ല എന്ന് പറയണം. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് നീ 30 ലക്ഷം രൂപ തരണം, ഫൈനലാണ്. 30 ലക്ഷം രൂപ തന്നാ പിന്നെ ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ വരില്ല. അത് കേട്ടപ്പോ മീര ചോദിച്ചു, 30 ലക്ഷോ? അല്ലാതെ 3000 രൂപ അല്ലല്ലോ, 30 ലക്ഷം തന്നെയാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ മീര പറഞ്ഞു, ഇത് കൊള്ളാലോ, ഇവൻ ഏതാണ്ട് അക്കൗണ്ടിൽ ഇട്ട് വെച്ചിട്ട് വന്ന് എടുക്കാൻ പറയുന്ന പോലെ ഉണ്ടല്ലോ. നിനക്ക് എന്താടാ സാമാന്യ ബോധമില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം നവീൻ പറഞ്ഞു, നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, പറ്റില്ല എന്ന് പറയണ. പറ്റില്ലെങ്കിലുണ്ടല്ലോ നിന്റെ വീട്ടിലേക്ക് ഞാൻ അങ്ങോട്ട് വരും. പിന്നീട് നിന്റെ കല്യാണം കഴിഞ്ഞായിരുന്നു ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയും. കല്യാണി, നിന്റെ പേര് ശ്രുതി എന്നല്ല കല്യാണി എന്നാന്ന് പറയും. നിനക്കൊരു അമ്മയും മോനും ഉണ്ടെന്നുള്ള കാര്യം പറയും. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതം തകരും. പിന്നെ എന്തായി തീരുമെന്നറിയാലോ. അത് വേണോ? 30 ലക്ഷം രൂപ നീ എനിക്ക് തരുന്നോ എന്നൊന്ന് ആലോചിച്ച് നോക്കാൻ പറയണം. ഒടുവില് ശ്രുതി വല്ലാതെ പെട്ടുപോയി. മീര ദേഷ്യപ്പെടുന്ന സമയത്ത് ശ്രുതി മീരയോട് പറഞ്ഞു, വേണ്ടാന്ന് പറയണം. നവീൻ പറഞ്ഞു, കുറച്ച് ദിവസം ഞാൻ തരാം, അതിനുള്ളിൽ തന്നെ എനിക്ക് പണം തരണമെന്നും പറഞ്ഞിട്ട് അവിടെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. നവീൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ശ്രുതിയോട് മീര ചോദിച്ചു, നീ പണം കൊടുക്കാൻ പോവാണോ? എടി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, എന്തേലും ഒരു മാർഗം കണ്ടെത്തിയാൽ മതിയാവുള്ളൂ, അല്ലാതെ പറ്റില്ലോ എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും എത്രയും പെട്ടെന്ന് കണ്ടെത്ത്, അല്ലെങ്കിൽ അവൻ അടങ്ങിയിരിക്കും തോന്നില്ല എന്ന് മീരയും പറഞ്ഞു. പിന്നീട് സച്ചിൻ രേവതിയൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വരുമ്പോൾ ചന്ദ്രമതിക്കാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ദേഷ്യമായിരുന്നു. കാരണം ഇനിയിപ്പോ ഇവൾ അടുക്കള കയറി ജോലി ചെയ്യത്തില്ലോ, ഈ പേരും പറഞ്ഞു ഇവള് വീട്ടിൽ കയറി ഇരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ കുറെ ചീത്ത പറഞ്ഞു. സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞില്ല. ആന്റണിയുടെ അവിടെ ചെന്നപ്പോ പ്രശ്നം ഉണ്ടായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. ഒരു ബൈക്ക് ഇടിക്കാൻ വന്നു കഴിഞ്ഞപ്പോ സൈഡിലേക്ക് മാറി കഴിഞ്ഞപ്പോ പെട്ടെന്ന് താഴെ വീണാന്നാ പറഞ്ഞു. അപ്പം നെറ്റ് പോയി ഇടിച്ചാന്നൊക്കെ പറഞ്ഞു. രവീന്ദ്രന് സംശയം ഉണ്ടായിരുന്നു, എടാ ചെറിയ വീഴ്ച വീണിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ മുറിവ് എങ്ങനെയാന്ന്? അത് വലിയ മുറിവൊന്നും അല്ല അച്ഛാ, ചെറിയ മുറിവ്, അത്രയും വലിയ കെട്ട് കെട്ടിയിട്ടുള്ളെന്നൊക്കെ രേവതി പറഞ്ഞ് സമാധാനിപ്പിച്ചു.
പിന്നെ ചന്ദ്രമതിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു അടുക്കള കയറാതെ. രേവതിക്ക് വയ്യല്ലോ. ഒടുവില് ചന്ദ്രമതി അടുക്കള കയറാൻ തീരുമാനിച്ചു. അത്ഭുതം തന്നെയായിരുന്നു. രവീന്ദ്രനും സച്ചിക്കൊക്കെ ഇങ്ങനെയൊന്നും പതിവുള്ള കാര്യങ്ങളല്ല. പയ്യെന്ന് പറഞ്ഞാലോ അടുക്കള കയറാൻ പറയും. രേവതി പറഞ്ഞു, ഞാൻ അടുക്കള കയറിക്കോളാം, ഗുളിക കഴിച്ചിട്ട് കയറിക്കോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചന്ദ്രമതി പറഞ്ഞു, വേണ്ട, ഞാൻ കയറിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി. ആ സമയത്ത് സച്ചി രവീന്ദ്രനോട് പറയുകയും ചെയ്തു, ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി, എന്തൊരു വലിയ മാറ്റമാന്നൊക്കെ പറഞ്ഞു. അത് ശരിയാ, അതാ എനിക്കും മനസ്സിലാകത്തെ. എന്തൊക്കെയോ മനമാറ്റം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോ എത്ര സമയത്തേക്കാന്ന് പറയാൻ പറ്റില്ല. അമ്മയുടെ സ്വഭാവം അല്ലേ, ഒന്നിന്റെ നിറം മാറുന്ന പോലെ മാറൂന്ന് പറഞ്ഞു. ആ സമയത്ത് രേവതിയെ കൊണ്ട് സച്ചി മുറിയിലേക്ക് പോയി. അങ്ങനെ അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് രേവതിയോട് സച്ചി പറഞ്ഞു, നിനക്ക് വേദനയുണ്ടോന്ന് ചോദിച്ചു. കുറച്ച് വേദനയുണ്ടെന്ന് പറയണ, ഒരു കാര്യം ചെയ്യാം, കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ടിരാന്ന് പറഞ്ഞിട്ട് സച്ചി അടുക്കളയിൽ പോയി. അങ്ങനെ കഴിക്കാനൊക്കെ എടുത്തോണ്ട് കൊടുക്കണം. അപ്പൊ രേവതിയോട് പറഞ്ഞു, ഞാൻ നിനക്ക് വാരി തരാന്ന് പറഞ്ഞ് സച്ചി വാരി കൊടുക്കുക. ഈ സമയം രേവതിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും രേവതി സച്ചിയോട് ചോദിച്ചു, അല്ല സച്ചിയേട്ടാ, സച്ചിയേട്ടന് ബുദ്ധിമുട്ടായില്ലേ ഞാൻ കാരണം? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഞാൻ അങ്ങോട്ട് പോയതുകൊണ്ടല്ലേ. അതെ, നീ അവിടേക്ക് പോകുന്നതിന് മുമ്പ് എന്നോട് ഒരു വാക്ക് പറയാൻ വരായിരുന്നോ, ആന്റിന്റെ അടുത്തേക്ക് പോവാന്ന്? നീ എന്താ അത് പറയാതിരുന്നേ? ഞാൻ ആ സമയത്ത് അങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിലോ? നീ ഒന്ന് ആലോചിച്ച് നോക്കേ. ശരിക്കും പറഞ്ഞ് എനിക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യം വന്നത്. അവനെ ഞാൻ കൊന്നേനും. പക്ഷെ നിന്റെ നെറ്റി പൊട്ടി ചോര ഒഴുകുന്ന കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ പൊറുക്കും. പക്ഷെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ, എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയത്. രേവതി, ഇനി ഇങ്ങനെയൊന്നും നീ ചെയ്യരുത് കേട്ടോ. എന്തേലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എന്നോടൊന്ന് പറഞ്ഞിട്ട് വേണം പോവാനായിട്ടെന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, സച്ചേട്ടൻ അറിയാലോ ഞാൻ എൻ്റെ അനുജനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അച്ഛൻ മരിച്ചതിന് ശേഷം അവനൊന്നും കുറവ് വരുത്തില്ലെന്ന് കരുതിയിട്ട് അമ്മാതിരി ഞാൻ അവനെ വളർത്തിയത്. പിന്നീട് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ആന്റിനോടൊപ്പമുള്ള ജോലി അവനോട് വേണ്ടെന്ന് പറഞ്ഞ, എന്നിട്ടും അവൻ ആ കൂടെ പോയി പൈസ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ടാണെന്നറിയാവോ? എൻ്റെ കഷ്ടപ്പാടുകളൊക്കെ അവന് നന്നായിട്ടറിയാം. അപ്പൊ ഇനിയിപ്പം അങ്ങനെയൊന്നും ദേവുവിനും ഉണ്ടാവരുത്. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം അവൻ പൈസ ഉണ്ടാക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചേ. അവൻ ഇങ്ങനെ ജീവിക്കാൻ താല്പര്യമില്ല പോലും. പൈസ ഇല്ലെങ്കിൽ ഒരിടത്തും ഒരു വിലയില്ലാന്ന് എൻ്റെ അനുഭവം കൊണ്ട് അവൻ പറയുന്ന. എനിക്ക് അവൻ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ എതിർത്ത് പറയാനും പറ്റില്ല. പക്ഷെ ആന്റിനോടൊപ്പം ചേർന്നിട്ട് അവൻ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകാന്നറിഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല സച്ചേട്ടാ. അതുകൊണ്ടാണ് ഞാൻ ആന്റണിയെ കാണാനായിട്ട് പോയത്. ഒരുപക്ഷെ അവനെ ഒന്ന് കണ്ട് ഉപദേശിക്കുവാണെങ്കിൽ ശരത്തിനെ അവനെ അങ്ങോട്ട് വിളിക്കില്ല എന്ന് കരുതി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അത് കേട്ടപ്പോൾ സച്ചി ചോദിച്ചു, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഞാൻ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിലോ? ഇതാ പറഞ്ഞ് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. എല്ലാത്തിനും ഒരു സാവകാശം സമാധാനം ഒക്കെ ഉണ്ടെന്ന്. അതുകൊണ്ട് എന്താ സച്ചേട്ടാ, എൻ്റെ നെറ്റ് പൊട്ടിയാലും ഇപ്പൊ കണ്ടില്ലേ കുറെ മനമാറ്റം ഉണ്ടായില്ലേ ശരത്തിന്. ഇനിയിപ്പൊ ആന്റണിയുമായിട്ടൊരു കൂട്ടുകെട്ടിനും അവൻ പോകത്തില്ലെന്നാ പറഞ്ഞേ. ഇത്രയും കാലം അവന് അങ്ങനെയൊന്നും ആയിരുന്നില്ലോ. അങ്ങനെയാണെങ്കിൽ അവന് കൊള്ളാം സച്ചേട്ടാ. ഇനി അവനോട് ദേഷ്യമൊന്നും കാണിക്കരുത്. ഞാൻ എൻ്റെ അനുജനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് സച്ചേട്ടൻ അറിയാലോ. അതുപോലെ തന്നെ സച്ചേട്ടനും അവനെ സ്നേഹിക്കണം. അമ്മയ്ക്കും ദേവുവിനും ഒക്കെ സന്തോഷം വന്ന കാര്യമാണ്. ആന്റിയോടൊപ്പമുള്ള കൂട്ടുകെട്ട് നിർത്തുവാണെങ്കിൽ അവൻ മര്യാദയ്ക്ക് കോളേജിലൊക്കെ പോകും. ആ നന്നായിട്ട് പഠിച്ച് ഒരു ജോലി വാങ്ങിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ദേവുവിൻ്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കണ്ടേ? ദേവുവിനെ എവിടെയെങ്കിലും കെട്ടിച്ചു വിടുകയൊക്കെ വേണ്ടേ? അതൊക്കെ വേണം. അവന് ഈ ബുദ്ധിയൊക്കെ നേരത്തെ തോന്നുമായിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നല്ലോ. സാരമില്ല സച്ചേട്ട, പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയെ സമാധാനിപ്പിച്ചു. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ആന്റണിയെ കാണാൻ ചെല്ലുവാണ്. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയാൽ മതിയുള്ളൂ നവീന്റെ കാര്യത്തില്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആന്റണി ചോദിച്ചു, ഇതാരെ ശ്രുതിയോ, വാ ഇരിക്കാനൊക്കെ പറയണം. അല്ല, എത്ര രൂപ ആവശ്യം എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, പൈസയൊന്നും വേണ്ട. കാരണം ശ്രുതി ഇതിനു മുമ്പ് പലിശയ്ക്ക് പൈസ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പൈസയ്ക്ക് വേണ്ടി വന്നായിരിക്കും എന്ന് ഓർത്തോണ്ടാ ആന്റണി അങ്ങനെ ചോദിക്കുന്നേ. പിന്നെ ചോദിച്ചു, അല്ല പിന്നെ എന്താ വേണ്ടെന്ന് ചോദിക്കുക. അതെ, എനിക്ക് ആന്റണിയോട് ഒരു സഹായം വേണമെന്ന് പറഞ്ഞു. സഹായം? എന്ത് സഹായം? അതെ, എന്നെ ഒരുത്തൻ എൻ്റെ പിന്നാലെ നടന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഒരുത്തൻ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അവനെ ഞാൻ ഇതേ പോലീസ് സ്റ്റേഷനിലാക്കില്ലെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, അത് ആന്റണി ഒന്നും അല്ല ചെയ്തെന്നുള്ള കാര്യം എനിക്കറിയാം. സച്ചയാ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായ നവീന്റെ കാര്യത്തില്. അവൻ പക്ഷെ പുറത്തിറങ്ങുകയും ചെയ്തെന്ന് പറയണം. പുറത്തിറങ്ങിയെന്നോ? ആന്റണി ആദ്യം ഒന്ന് ചമ്മിപ്പോയി. കാരണം തന്റെ കള്ളത്തരം പിടികൂടിയല്ലോ. പിന്നീട് ശ്രുതി പറഞ്ഞു, അവനിപ്പം ജയിലിലൊന്നും അല്ല, അവൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവൻ എന്നോട് വീണ്ടും പണം ചോദിച്ച് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. 1ഉം 2ഉം അല്ല, 10-30 ലക്ഷം രൂപയാണ് ചോദിക്കുന്നേ. ഇത് കേട്ടപ്പോൾ ആന്റണി പറഞ്ഞു, അങ്ങനെ ചോദിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. അല്ല, അറിയത്തില്ലാണ്ട് ചോദിക്കുക, കാരണം എന്താന്ന് ചോദിച്ചു. ശ്രുതി പറഞ്ഞു, കാരണം ഒന്നും ആന്റണി അറിയണ്ട, പക്ഷെ അവനൊന്ന് കൈകാര്യം ചെയ്യണം. എനിക്ക് അതാ വേണ്ടേന്ന് പറഞ്ഞു. എത്ര രൂപ വേണേലും തരാം, ഞാൻ പറയുന്ന കേട്ടാ മതി. ഒരു കാരണവശാലും ഇനി അവൻ എൻ്റെ അടുത്ത് വന്ന് പൈസ ചോദിക്കരുത്. അവന്റെ കൈയും കാലും ഒക്കെ തല്ലി ഒടിച്ചിട്ടേക്കാൻ പറഞ്ഞു.
ആന്റണി പറഞ്ഞു, കാര്യമൊക്കെ കാര്യം, പക്ഷേ എനിക്ക് പണം വേണ്ടാന്ന് പറഞ്ഞു. പിന്നെയോ ഞാൻ പറയുന്ന കാര്യം എനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞു. എന്ത് കാര്യമെന്ന് ചോദിച്ചു. അതെ, സച്ചിയുടെ ചേട്ടത്തിയമ്മയല്ലേന്ന് ചോദിച്ചു. അതേന്ന് പറയണ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു നിമിഷം ശ്രുതി ഒന്ന് ആലോചിച്ചു. എന്താ ഏതാ എങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല. എന്തേലും ഊടായി പോണമെന്ന് അറിയില്ല. അതെ, നിങ്ങളുടെ വീട്ടിൽ ഒരു കാര്യമുണ്ട്, എനിക്കത് വേണമെന്ന് പറയണം. നിങ്ങളുടെ വീട്ടിൽ നിന്നൊരു വസ്തു എനിക്ക് എടുത്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പം ശ്രുതി ചോദിച്ചു, അതെന്താന്ന് ചോദിക്കുകയാണ്. അതെ, നിങ്ങൾക്കറിയത്തില്ലാത്തൊരു കാര്യമാണ്. മുമ്പ് നിങ്ങളുടെ അമ്മായിമ്മയുടെ കുറച്ച് പൈസ മോഷണം പോയില്ലേ, 1,00,000 രൂപ. അതെ, അമ്മ പലിശ അടയ്ക്കാൻ പോയ സമയത്ത്, അതെ, ആ 1,00,000 രൂപ അത് ആരാ അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് അറിയോന്ന് ചോദിച്ചു. ഇല്ല, ആരാ കൊണ്ടുപോയെന്ന് അറിയില്ല. അതെ, സച്ചിയുടെ അളിയൻ ശരത്താ കൊണ്ടുപോയെന്ന് പറയണ. ശരത്തോ? അതെ, അവനാണ് അത് അടിച്ചു മാറ്റിയെന്ന് പറയണ. അല്ല, ശരത്ത് എന്തിനാ അങ്ങനെ ചെയ്തേ? അതിങ്ങനെ ആന്റണിക്ക് അറിയാവുന്നേ. അത് ഒരു തവണ അവിടെ എങ്ങോട്ട് വന്നിപ്പം ശരത്തിനെ കളിയാക്കി ശ്രുതിയുടെ അമ്മായിമ്മ. അപ്പൊ ആ ദേഷ്യം തീർക്കാൻ വേണ്ടി അവൻ ചെയ്ത കാര്യമാ. ഞാനും അവനോടൊപ്പം ഉണ്ടായിരുന്നു, എനിക്ക് അതൊക്കെ നന്നായിട്ടറിയാം. ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ സച്ചിയുടെ ഫോണിനകത്തുണ്ട്. അപ്പൊ അതെനിക്കൊന്ന് എടുത്തു തരണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി ശ്രുതിക്ക്. സത്യമാണോ പറയണെന്ന് ചോദിച്ചു. സത്യമാന്ന് പറയണം. ഓഹോ, അങ്ങനെയാണ് ഇത് വെച്ചൊരു കളി കളിക്കണമല്ലോ എന്നൊക്കെ ശ്രുതി തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.